ഞാൻ ഒന്ന് സാമ്പത്തിക വിദഗ്ധരിലേക്ക് കൂടി പോയിട്ട് വരാം. ശ്രീ ജോർജ് ജോസഫ്, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് താങ്കളിലേക്ക് എത്താൻ വൈകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ഇന്ന് പ്രതിപക്ഷം ആഞ്ഞടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ ഒരു ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ പരാജയമാണോ ഈ വിലക്കയറ്റത്തിന് കാരണം? ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളുടെ പ്രതിനിധികൾ ഗുണ്ടൽപേട്ടിൽ പോയി, മൈസൂരിൽ പോയി, കേരളത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ പച്ചക്കറി വില അന്വേഷിച്ചു. അവിടെയും പച്ചക്കറി വില ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ട്രോളിംഗ് നിരോധനമുള്ള സമയമാണ്, സ്വാഭാവികമായും മത്സ്യത്തിന് വില കൂടും. അപ്പോൾ ഇതൊരു താൽക്കാലികമായ പ്രതിഭാസമാണ് എന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയുന്നത്. പ്രഥമ ദൃഷ്ട്യാ അതാണ് ബോധ്യപ്പെടുന്നതെങ്കിലും പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന് മാർക്കറ്റിലേക്ക് പണമെത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇത് എത്ര കാലം തുടരും? ഇതൊരു ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ സൃഷ്ടിയാണോ ജോർജ് ജോസഫ്? അല്ല അരുൺകുമാർ, ഞാനിവിടെ 3 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും സംസാരിക്കുന്നത് വളരെ കൗതുകപൂർവ്വം ശ്രദ്ധിക്കുകയായിരുന്നു. അതിനകത്ത് 2 പാർട്ടികളിലെ കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധികൾ ആവർത്തിച്ച് അവർ വാദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർ ഒരേ സമയം കേരള വിരുദ്ധർ തന്നെയാണെന്നാണ്. അതാണ് അതിനകത്ത് വരുന്ന കാതലായിട്ടുള്ള പ്രശ്നം. അതായത് ഈ അരുൺകുമാർ കുറേ കണക്കുകൾ പറഞ്ഞു. അതായത് നെല്ല് സംഭരണത്തിന് കിട്ടാനുള്ളത്, ഉച്ചഭക്ഷണത്തിന് കിട്ടാനുള്ളത്, അങ്ങനെയുള്ള കണക്കുകൾ വായിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് കുറച്ച് വായിച്ചു. ഇത് കേരളത്തിന് കിട്ടേണ്ട എന്തോ ഔദാര്യം പോലെയാണ് BJPയുടെ പ്രതിനിധി സംസാരിക്കുന്നത്. അരുൺകുമാർ 2022-23 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ള ആദായ നികുതി എത്രയാണെന്നറിയാമോ? 24,000 കോടി രൂപയാണ്. 24,000 കോടി രൂപ ആദായ നികുതി ഇനത്തിൽ മാത്രം. ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല, നിർമ്മല സീതാരാമൻ എറണാകുളത്ത് ആദായ നികുതി വകുപ്പിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അവർ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ്. 24,000 കോടി രൂപ പിരിച്ചെടുത്തു. അപ്പോൾ ആദായ നികുതി എന്ന് പറയുന്ന ഒരു ഇനത്തിലൂടെ കേന്ദ്രത്തിലേക്ക് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്നത് അത്രയുമാണ്. മറ്റിനങ്ങളുടെ കാര്യം ഡോക്ടർ അരുൺകുമാറിന് കൃത്യമായിട്ട് അറിയാം. എക്സൈസ് ഡ്യൂട്ടിയും കയറ്റുമതി തീരുവയും മറ്റു കാര്യങ്ങളും കേന്ദ്ര നികുതികളും ഒക്കെ അടക്കം എത്ര കോടാനുകോടി രൂപ പോകുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ പാക്കേജ്, ഇപ്പോൾ കേരളത്തിന് വേണ്ടിയിട്ട് അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തുള്ള പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിൽ ഡോക്ടർ KN ബാലഗോപാൽ പറഞ്ഞിരിക്കുന്ന പാക്കേജ് 24,000 കോടി രൂപയാണ്. അപ്പോൾ ആ 24,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്നത് ഒരു റഫ് എസ്റ്റിമേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ 70,000-75,000 കോടി രൂപയാണ്. അപ്പോൾ അതിൽ നിന്നാണ് മുടന്തൻ ന്യായങ്ങൾ നിരത്തുന്നു. ഞങ്ങൾക്ക് ആ പേപ്പർ കിട്ടിയില്ല, ഈ പേപ്പർ കിട്ടിയില്ല. നേരത്തെ അനിൽകുമാർ ചോദിച്ചതുപോലെ ഒരു കൃത്യമായൊരു കാര്യമല്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് സെറ്റിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 3,000 കോടി രൂപ തരാനുണ്ടെങ്കിൽ അതിൽ ഏകദേശം 3,000 കോടി രൂപ വരുന്നുണ്ടെങ്കിൽ അതിൽ 1,000-1,500 കോടി രൂപ അഡ്വാൻസ് ചെയ്യണതിന് എന്താ തെറ്റ്? അങ്ങനെ എന്താ ചിന്തിക്കാത്തത്? അപ്പോൾ ഇത്രമാത്രം കേരള വിരുദ്ധത പറയേണ്ട കാര്യമുണ്ടോ? കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ്. പിന്നെ എല്ലാത്തിനും കേന്ദ്രത്തിന് കുറ്റപ്പെടുത്തുന്നു. കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയല്ലേ? അപ്പോൾ കിട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കേരളം വാദിക്കണ്ടേ? പിന്നെ അരുൺകുമാർ ഒരു കാര്യം, അരുൺകുമാർ തന്നെ വാർത്തയുടെ ആരംഭത്തിൽ പറഞ്ഞു 5.4% കേരളത്തിൻ്റെ റീറ്റെയിൽ പണപ്പെരുപ്പ നിരക്ക്. കഴിഞ്ഞ മാസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കേന്ദ്രത്തിൽ ദേശീയ തലത്തിൽ 6% മുകളിലാണ്, 6.1%. തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കാര്യങ്ങളിലൂടെ പറഞ്ഞു. അവിടുത്തെ നമ്മൾ വിലയെടുക്കുമ്പോൾ കേരളം ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റാണ്, ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. 90 ഇപ്പോൾ നെല്ലിൻ്റെ കാര്യം പറഞ്ഞു. കേരളം ഉൽപ്പാദിപ്പിക്കുന്നത് 15% നെല്ലാണ് മൊത്തം ആവശ്യത്തിൻ്റെ. ബാക്കിയുള്ള 85% കേരളത്തിന് പുറത്തു നിന്ന് വരണം. അപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള, പിന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, ഈ മൺസൂൺ കാലത്ത് പച്ചക്കറി ഇനങ്ങളുടെയും പഴവർഗ്ഗങ്ങളുടെയൊക്കെ വില ഉയരുന്നത് സ്വാഭാവികമാണ്. നേരത്തെ ഒരു കാര്യം അനിൽകുമാർ പറഞ്ഞു, 130 രൂപയാണ് 1 കിലോ മുരിങ്ങാക്കായുടെ വില എന്ന് പറഞ്ഞു. അത് 300 രൂപ എത്തിയ കാലഘട്ടമുണ്ട്, ഓർമ്മയില്ലേ? അതുപോലെ തന്നെ 1 കിലോ സവാളയുടെ വില ഇപ്പം 40 രൂപ റേഞ്ചിൽ തന്നെയാണ്, 40-45 രൂപ റേഞ്ചിൽ തന്നെയാണ്. അത് 100 രൂപയ്ക്ക് മുകളിലെത്തിയ കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായും ഉൽപ്പാദന മേഖലയിലുണ്ടാകുന്ന ക്ഷീണത്തിൻ്റെയും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും തളർച്ചയുടെ സംസ്ഥാന സർക്കാരിലെ ന്യായീകരിക്കുകയല്ല, സിവിൽ സപ്ലൈസ് വകുപ്പ് ഇത്രമേൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. സിവിൽ സപ്ലൈകോ വകുപ്പ്, GR അനിൽ പറയുന്ന കാര്യമുണ്ട്, 11 കോടി രൂപ കച്ചവടം നടത്തിയിരുന്ന സിവിൽ സപ്ലൈകോ വകുപ്പിന് ഇപ്പോൾ 3-4 കോടി രൂപ മാത്രമേ കച്ചവടം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവിടെയുള്ള ജീവനക്കാർക്ക് ഇപ്പോൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പണം കൊടുക്കുന്ന അവസ്ഥയാണ്. 4,500 രൂപയൊക്കെയാണ് സിവിൽ സപ്ലൈകോ, അത് തന്നെ കുടിശ്ശികയായിട്ടാണ് കൊടുക്കുന്നത്. അതിലേക്കാണ് അരുൺകുമാർ ഞാൻ വരുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളിലെ ഇടപെടലുകളിലുണ്ടായിട്ടുള്ള അമാന്തവും പോരായ്മകളും തീർച്ചയായിട്ടും ഉണ്ട്.
അത് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. കാരണം ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ പോലുള്ളൊരു കാര്യത്തിനെ ഏറ്റവും ഒരു പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇപ്പോൾ ഇന്ന് തന്നെ ഒരു ധനമന്ത്രിയുടെ പ്രസ്താവന 30 കോടി രൂപ കൂടി KSRTCക്ക് കൊടുത്തു, ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി. ഈ മാസം ഇതുവരെ 50 കോടി രൂപ എടുത്തു കളഞ്ഞു. ആകെ 5157 കോടി രൂപ KSRTCക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അതിനേക്കാൾ ഗംഭീരമായ രീതിയിൽ, അതിനേക്കാൾ മുൻഗണനയോടുകൂടി, അതിനേക്കാൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ കാണേണ്ടതുണ്ട്. കാരണം അത് എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയാണ് പാർട്ടി കഴിഞ്ഞ തവണ പരാജയം വിലയിരുത്തിയപ്പോൾ സംസ്ഥാന സർക്കാർ മുൻഗണന ക്രമീകരിക്കണം എന്ന് പറഞ്ഞത്. അനിൽകുമാറിന്റെ ശ്രദ്ധയിലേക്ക്. അനിൽകുമാർ, നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ഈ മുൻഗണനയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഈ സർക്കാർ കേൾക്കാതെ പോകുന്നു എന്ന് പറയുന്നത് ഈ മുൻഗണന നമുക്ക് പ്രയോറിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ? സിവിൽ സപ്ലൈകോയിൽ ഒഴിഞ്ഞു കിടക്കുന്ന റാക്കുകൾ എന്തിൻ്റെ ചിഹ്നമാണ്? നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റം പറഞ്ഞോളൂ സാർ, പക്ഷേ അപ്പോഴും ഒരു പ്രയോറിറ്റി ഫിക്സ് ചെയ്യണ്ടേ? സാറിന് അറിയാമോ, അങ്ങ് ഒരുപക്ഷെ സിവിൽ സപ്ലൈകോയിൽ പോകുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഈ സിവിൽ സപ്ലൈകോയിൽ വന്നിട്ട് മാസങ്ങളായി സാർ. അവശ്യ സാധനങ്ങൾ സിവിൽ സപ്ലൈകോയിൽ എത്തിയിട്ടില്ല, എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു.